കൊല്ലം ശാസ്താംകോട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ വാനരസദ്യയെ കുറിച്ച് പറയാണ് അരുൺരാജ പറയുന്നത്. വാനരന്മാർക്ക് തിരുവോണത്തിന് ഉൾപ്പെടെ ക്ഷേത്രത്തിൽ സദ്യ ഒരുക്കാറുണ്ട്. അപ്പൊ വാനര ഭോജനശാലയിൽ തൂശനിലയിൽ പച്ചടി കിച്ചടി തോരനൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുക വാനരന്മാർക്ക് അപ്പൊ അതിനോട് പച്ചടി കിച്ചടി പായസം പ്രഥമനൊക്കെ വിളമ്പി തുടങ്ങിയോ? വിളമ്പി കഴിഞ്ഞോ? SKN ഹാഷ്മി, വിജയകുമാർ, എല്ലാവർക്കും എന്തായാലും ഓണാശംസകൾ. ശാസ്താംകോട്ട ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിലാണ്. ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടത്തുന്നത് പോലെയുള്ള വാനര സദ്യ, വിഭവസമൃദ്ധമായ സദ്യ. നമ്മൾ ഈ തൂശനിലയിൽ അവിയലുണ്ട്, പച്ചടിയുണ്ട്, കിച്ചടിയുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, പപ്പടമുണ്ട്, പഴമുണ്ട്, പായസമുണ്ട്. അങ്ങനെ വിഭവസമൃദ്ധമായ ഒരു സദ്യ തന്നെയാണ് ഒരുങ്ങിയിരിക്കുന്നത്. ഈ വാനര സദ്യ കഴിക്കാൻ ആ ക്ഷേത്രത്തിലെ വാനരന്മാർ ഇവിടെ എത്തി നിൽക്കുന്ന കാഴ്ച കൂടിയുണ്ട്. നമ്മുടെ ക്യാമറമാന ദൃശ്യങ്ങൾ കൂടി കാണിക്കും. എന്തായാലും ആ വാനര സദ്യ കഴിക്കാനുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. നമുക്ക് എല്ലാ വർഷവും ഉത്രാട നാട്ടിലും അതുപോലെ തന്നെ തിരുവോണ നാട്ടിലും വിഭവസമൃദ്ധമായ സദ്യയാണ് ഈ വാനരന്മാർക്ക് നൽകി വരുന്നത്. ഈ സദ്യ കഴിക്കുക എന്നുള്ളത്, അത് ഈ കാഴ്ച കാണാൻ തന്നെ നൂറുകണക്കിന് ആളുകൾ ഇവിടെ തടിച്ചുകൂടി തന്നെ നിൽപ്പുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് ഒഴിഞ്ഞു കൊടുക്കാം, കാരണം സ്വതന്ത്രമായി അവർക്ക് കഴിക്കേണ്ടതുണ്ട്. അണ്ടിപ്പരിപ്പൊക്കെ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ വളരെ വേഗത്തിൽ എടുത്ത് കഴിക്കുകയാണ്. ഇതിൽ കഴിഞ്ഞ കുറേ അധികം നാളുകളായി ഇത്തരത്തിൽ വാനര സദ്യ നടത്തി വരുന്നു. എന്താണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം? എന്താണ്? ശാസ്താംകോട്ട ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പുരാതന കാലം മുതൽ നിലനിൽക്കുന്ന ഒരു ആചാരമാണ്. ഇപ്പോൾ തിരുവോണത്തിനും അതുപോലെ തന്നെ ഉത്രാട ദിവസവും നമ്മുടെ ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വാനന്മാർക്ക് സദ്യ നൽകി വരുന്നുണ്ട്. ഐതിഹ്യമാലയിൽ തന്നെ പറയുന്നതനുസരിച്ച് ശ്രീരാമൻ രാമരാവണ യുദ്ധം കഴിഞ്ഞ് ലങ്കയിലേക്ക് പോകുന്ന വഴി ശാസ്താംകോട്ടയിലെത്തിയെന്നും ഇവിടെ പിതൃതർപ്പണം നടത്തിയ ശേഷം ക്ഷേത്ര ദർശനം നടത്തിയിട്ട് ഈ കാനന സദൃശ്യമായ ഈ ശാസ്താംകോട്ട ക്ഷേത്രത്തിൻ്റെ ദേവൻ്റെ തോടരായി ഏതാനും വാനരന്മാരെ ഇവിടെ നിയോഗിച്ചുവെന്നുമാണ്. അതിൻ്റെ സന്തതി പരമ്പരകളാണ് ഇന്നിപ്പോൾ നമ്മളിവിടെ കാണുന്നത്. വേറെ ഒരു പ്രത്യേകത, ഇത് നമ്മുടെ കേരളത്തിലെ ചില ക്ഷേത്രങ്ങളിലൊക്കെ കുരങ്ങിൻ്റെ വാനരന്മാരുടെ സാന്നിധ്യം ഉണ്ടെങ്കിലും ഇപ്പോൾ ജനങ്ങളുമായിട്ടൊക്കെ വളരെ ഇഴകി ചേർന്ന് പോകുന്ന ഒരു വാനരന്മാരാണ് ശാസ്താംകോട്ടയിലുള്ളത് തന്നെ. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. എന്ത് മനോഹരമായിട്ടാണത് പെറുക്കിയെടുത്ത് ഓരോന്നായി കഴിക്കുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ അത് ഓരോരുത്തർക്കും വളരെ കൗതുകമുണർത്തുന്നതാണ്. കാരണം വാനരന്മാർ സ്വാഭാവികമായും ആക്രമിക്കുന്ന ഒരു രീതിയാണ് എല്ലായിടവും കാണുന്നത്. പക്ഷേ ശാസ്താംകോട്ടയിലെ വാനരന്മാർ എന്ന് പറയുമ്പോൾ അത് ജനങ്ങളുമായി അല്ലെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരുമായി അടക്കം വളരെ ഇണങ്ങിയ ഒരു രീതിയാണ്. ഇനിയിപ്പോൾ ആളുകൾ മാറി നിന്ന് കഴിയുമ്പോൾ ആ സദ്യ കഴിക്കാൻ ഈ കാത്തു നിൽക്കുന്ന വാനരന്മാരുടെ ആ നീണ്ട നിര, അവർ ഈ ഭോജനശാലയിലേക്ക് എത്തും. അത് കഴിച്ച ശേഷമായിരിക്കും അവർ മടങ്ങുക. അത് ഈ തിരുവോണ നാളിലും ഉത്രാട നാളിലുമാണ് ഇത്ര വിഭവസമൃദ്ധമായി അവർക്ക് ഇത്തരത്തിൽ സദ്യ ഒരുക്കുന്നത്. നമുക്ക് കാണാം, ആ ദൃശ്യങ്ങൾ കാണാം. ഈ തൈരൊക്കെ നക്കി കഴിക്കുകയാണ് വാനരന്മാർ. നേരത്തെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ കൊച്ചുസായി പടക്കമുള്ള വാനര തലവൻ, ആ തലവൻ എത്തി ആദ്യം ഇത് ഭക്ഷിക്കും. അതിനുശേഷമായിരിക്കും മറ്റു കുരങ്ങുകൾ ഇവിടേക്ക് എത്തുക. അത് കുട്ടിക്കുരങ്ങുകളുണ്ട്, വലിയ കുരങ്ങുകളുണ്ട്. ആ കുഞ്ഞുമായി ഒക്കെ എത്തുന്ന കുരങ്ങുകൾ, ആ ദൃശ്യങ്ങൾ കൂടി ആ ക്യാമറാമാൻ കാണിക്കും. ആ കുഞ്ഞുമായി എത്തി ആ വാനരൻ കഴിക്കുന്ന വാനരസദ്യ കഴിക്കുന്ന വാനന്മാരുടെ ദൃശ്യങ്ങൾ അത് വളരെ മനോഹരമാണ്. സ്കേൻ അത് ഒരുപക്ഷെ അത് മറ്റു ക്ഷേത്രങ്ങളിൽ ഇല്ലാത്ത ഒരു കൗതുകമായ അല്ലെങ്കിൽ ഒരു വേറിട്ട ഒരു ആചാരവും കാഴ്ചയുമാണ് ഈ ശാസ്താംകോട്ടയിലേത്. ഓക്കെ, മാത്രമല്ല ഈ കശൂട്ടി മലയാളിയുമായിട്ട് ഈ വാനരം വല്ല ബന്ധമുണ്ടുള്ളത്. അണ്ടിപ്പരിപ്പ് അപ്പറൊക്കെ തരുന്നത് മൊത്തം ഞാൻ ശ്രദ്ധിച്ച്. മാത്രമല്ല ശർക്കര വരട്ടി എവിടെ ഉണ്ടായിരുന്നു. അതെ അതെ, ഒരു വാനരം കഴിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും അമ്മയും കുഞ്ഞും നമ്മുടെ തിരുവനന്തപുരത്തെ ബൈജു പറയുന്നത് നല്ല മര്യാദയുള്ളവരാ, നല്ല മര്യാദക്കാരാ എല്ലാം. നല്ല നമ്മുടെ ഞാൻ ഈയിടെ ഹാഷ്മി നാട്ടിൽ പോയപ്പോഴേ നമ്മുടെ ചേട്ടന്റെ ഭാര്യ പറയായിരുന്നു, അവിടെ ഈ അവർക്ക് ഈ വല്ല ബക്കറ്റിലൊക്കെ അരിയാട്ടിയൊക്കെ വെച്ചിരുന്നാലേ ഈ വന്ന് മരത്തിന്റെ മണ്ടയിരുന്ന് നമ്മുടെ വാനർ പ്രസ്തുത വാരനം കണ്ടുകൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ കാണാം ബക്കറ്റും എടുത്തോണ്ടിരിക്കണം. വളരെ സൂത്രത്തിലൊക്കെ പോകും. ചിലപ്പോൾ അവിടെ ദോശ ഇട്ട് തന്നെ ആയിരിക്കും അല്ലേ. അങ്ങനെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടും വാരനം ഇപ്പൊ ഉണ്ടാക്കുന്നുണ്ട്.